നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഡേ 4 ആയില്ലേ. അപ്പോൾ ഡേ 1, 2, 3 ഇതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് കണ്ട് വരിക കേട്ടോ. കൃത്യമായിട്ടൊരു ഓർഡറിൽ പഠിച്ചു പോവുക. അപ്പോൾ നമ്മൾ ഈ ഒരാഴ്ച കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് എടുക്കുന്നത്. ഈ ആഴ്ചത്തോട് കൂടിയിട്ട് നമ്മുടെ കേരള ജോഗ്രഫി എന്നൊരു ഭാഗം തീരും കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ 1-2 ദിവസം എന്താ എടുത്തത്, കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളൊക്കെയാണ് അല്ലേ. അതിനുശേഷം എന്ത് ചെയ്തു, നമ്മളെ കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകൾ നോക്കിയില്ലേ, അത് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇന്നും നാളെയുമായിട്ട് ചെയ്യാൻ പോകുന്നത് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാന വിവരങ്ങളാണ്. ഓക്കെ, അപ്പം നാളത്തോട് കൂടിയിട്ട് എന്ത് ചെയ്യും, നമ്മുടെ കേരള ജോഗ്രഫിയുടെ ജോഗ്രഫിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സിലബസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം കവർ ആവും കേട്ടോ. അപ്പോൾ ഈ ആഴ്ചത്തോട് കൂടിയിട്ട് അത് കംപ്ലീറ്റ് ആവും. നമ്മുടെ ശനി ഞായർ നിങ്ങൾക്ക് പഠിക്കാനുള്ള ടൈമാണ്. അന്ന് ക്ലാസ് ഉണ്ടാവില്ല. ശനി ഞായർ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരാഴ്ച എടുത്ത കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഞായറാഴ്ച രാത്രി നിങ്ങൾക്ക് എക്സാം ഉണ്ടാവും. എക്സാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ നമ്മുടെ ടെലഗ്രാം വഴി ആയിരിക്കും. അതൊക്കെ ഞാൻ പിന്നെ തരാം കേട്ടോ. ആ സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ കയ്യിലെത്തും. പിന്നെ എക്സസൈസുമായി ബന്ധപ്പെട്ടിട്ട് എക്സസൈസിന് പഠിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, അതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സ് കൃത്യമായിട്ട് പഠിച്ചിട്ട് അതിൻ്റെ എക്സാം എന്തുണ്ടാവും, ഈ ഒരു ഞായറാഴ്ച നൈറ്റിൽ ഉണ്ടാവും. അപ്പോൾ എക്സസൈസിന് അപ്ലൈ ചെയ്ത ആൾക്കാർ അതും കൂടി പഠിക്കുക. അപ്പോൾ അല്ലേ, ഈ പഠിക്കുന്ന കാര്യത്തിനോട് കൂടി ആ ഒരു സ്പെഷ്യൽ ടോപ്പിക്സും കൂടി അവർ പഠിക്കണം കേട്ടോ. അപ്പോൾ അതിൻ്റെ എക്സാം സെപ്പറേറ്റ് ആയിട്ടല്ലേ, സ്പെഷ്യൽ ടോപ്പിക്സിൻ്റെ സെപ്പറേറ്റ് എക്സാം തന്നെ സൺഡേ നടത്തും കേട്ടോ. അപ്പം ക്ലാസ്സിലോട്ട് കിടക്കാമല്ലോ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നോക്കാം നമുക്ക് ഇന്നത്തെ ക്ലാസ്. അപ്പം ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഏതൊരു പരീക്ഷയ്ക്ക് നിങ്ങൾ പോവുകയാണെങ്കിലും എന്ത് ചെയ്യണം, ഈ അടിസ്ഥാന വിവരങ്ങളൊന്നും പഠിക്കാതെ പോവുകയേ ചെയ്യരുത് കേട്ടോ. ഇൻ കേസിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോലും ചോദിച്ചാൽ നമുക്ക് ചിലപ്പം തെറ്റാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം എന്ത് ചെയ്യുക, അത് കറക്റ്റ് ആക്കിയിട്ട് എന്ത് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് എപ്പോൾ ചോദിച്ചാലും കിട്ടുന്ന രീതിയിൽ നിങ്ങൾ അത് പഠിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഏത് പരീക്ഷയ്ക്ക് നിങ്ങൾ പോയാലും എന്ത് ചെയ്യുക, ഈ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാതെ പോവുകയേ ചെയ്യരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അല്ലേ, നമുക്കറിയില്ലേ കേരളം രൂപീകരിച്ചത് ഏതാണ്, 1956 നവംബർ 1 എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പൊ കേരള രൂപീകരണം അല്ലേ, കേരള പിറവിയൊക്കെ എന്താണ്, നവംബർ 1 അല്ലേ. അപ്പൊ കേരള പിറവി അല്ലേ 1956 നമ്മുടെ കേരളം എന്ന് പറയുന്നത് എന്താണ്, രൂപീകരിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ കേരളം രൂപീകരിക്കുന്ന സമയത്ത് അല്ലേ, ഇന്ന് കാണുന്ന 14 ജില്ലകളും ഉണ്ടായിട്ടുണ്ടോ അല്ലേ. ഇന്ന് കാണുന്നല്ലേ നമ്മുടെ 14 ജില്ലകളൊക്കെ ഈ ഒരു 1956 ഉണ്ടായിരുന്നോ? ഇല്ലല്ലേ. അന്ന് എത്രയുള്ള ജില്ലകളെ ഉണ്ടായിരുന്നുള്ളൂ, 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ കേരളം രൂപീകരിക്കുന്ന സമയത്ത് 5 ജില്ലകളായിരുന്നു. അത് ഏതൊക്കെയാന്ന് നോക്കാം അല്ലേ. ഏതൊക്കെയാണ്, തിരുവനന്തപുരം അല്ലെ, നമ്മുടെ തെക്കൻ ജില്ലകൾ അങ്ങ് എടുക്കാം. ഏതൊക്കെയാണ്, തിരുവനന്തപുരം, അതുപോലെ കൊല്ലം, കോട്ടയം, തൃശ്ശൂർ, പിന്നെ അങ്ങോട്ടില്ലേ വടക്ക് ഭാഗത്തുള്ളതൊക്കെ എന്താണ്, മലബാർ ഏരിയ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ക്ലിയർ അല്ലേ. അപ്പൊ ഏതൊക്കെയാണ് 5 ജില്ലകൾ പഠിച്ചു വെച്ചേക്കട്ടെ, ചോദിക്കാൻ സാധ്യത കൂടുതലാണ്. ഏതൊക്കെയാണല്ലേ കേരളം രൂപീകരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ജില്ലകൾ ഏതൊക്കെയാന്ന് ചോദിക്കാം. അപ്പൊ ഏതൊക്കെയാണ് അല്ലെ, തെക്കൻ ഭാഗത്തുള്ള ജില്ലകൾ അങ്ങ് എടുക്കുക. ഏതൊക്കെയാണ്, തിരുവനന്തപുരം, അതുപോലെ കൊല്ലം, കോട്ടയം, തൃശ്ശൂര്, പിന്നല്ലേ നമ്മുടെ വടക്ക് ഭാഗത്തൊക്കെ എന്താണ്, മലബാർ ഏരിയ എന്നാണ് പറഞ്ഞിരുന്നത് കേട്ടോ. അപ്പൊ ഈ 5 ജില്ലകളാണ് എന്ത്, 1956 നിലവിൽ വന്നിരുന്നത്. ക്ലിയർ അല്ലേ. ഇനി അടുത്തതിലേക്ക് പോവാം. ഇനി കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലെ. കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം അതുപോലെ രേഖാംശ സ്ഥാനം, ഇത് രണ്ടും നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചിരിക്കണം, ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ, 8 ഡിഗ്രി 17 30 അതുപോലെ 12 ഡിഗ്രി 47 40 ഇടയിലാണ് എന്ത്, നമ്മുടെ കേരളത്തിന്റെ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത്. എന്താണ്, 8 ഡിഗ്രി 17 30 അതുപോലെ 12 ഡിഗ്രി 47 40 ഇടയിലാണ് അല്ലേ. നമുക്കത് ആദ്യമായിട്ട് പഠിക്കുന്ന ആൾക്കാർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ, കുറച്ച് പഠിക്കാൻ എന്താണ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യാം അല്ലേ, ഒരു കാർഡ്ബോർഡിലോ എന്തെങ്കിലുമൊക്കെ എഴുതിയിട്ട് നിങ്ങൾ പഠിക്കുന്ന ഭാഗത്ത് എവിടെയെങ്കിലും ഒട്ടിച്ച് വെക്കുക. നിങ്ങൾ ഡെയിലി കാണുമ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അത് മനസ്സിൽ പതിഞ്ഞോളൂ. അപ്പോൾ നമുക്കത് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം അല്ലേ. അതായത് 8 ഡിഗ്രി അല്ലേ, ഇവിടെ നിന്ന് 4 കൂട്ടിയാൽ 12 ആവുന്നില്ലേ അല്ലേ, 8 12 അല്ലേ, അങ്ങനെ ഓർത്ത് വെക്കുക. ഇവിടെ ആദ്യം 8 നിങ്ങൾ മനസ്സിൽ വെക്കുക. അതിനുശേഷം അല്ലേ 4 കൂട്ടുമ്പോൾ ഇവിടെ 12 വരുന്നുണ്ട്. അടുത്തത് 17 ആണ് അല്ലേ. 17ഉം 47 തമ്മിൽ ചെറിയൊരു കണക്ഷൻ ഇല്ലേ അല്ലേ. 17 ഇവിടെ, അപ്പുറത്ത് എന്താണ്, 47 ആണ്. പിന്നെ അടുത്തത് 30 അല്ലേ, 30 കഴിഞ്ഞിട്ട് അപ്പുറത്ത് എന്താണ്, 40 ആണ്. ചെറിയ ചെറിയ ഓരോരോ കണക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നില്ലേ, നിങ്ങൾ അങ്ങനെയൊക്കെ എന്ത് ചെയ്താൽ ഓർത്ത് വെച്ചിട്ട് പഠിക്കുക. ഓക്കെ, അപ്പൊ ആദ്യം 8 ആണ് ഇവിടെ അല്ലേ, ഇപ്പുറത്ത് എന്താണ് ഒരു 4 കൂട്ടിയിട്ട് 12 കിട്ടും. പിന്നെ ഇവിടെ 17 ആണ് അടുത്തത്. അതിനുശേഷം ഇവിടെ എന്താണ് 17 47 അല്ലേ, അതൊരു കണക്ഷൻ ആയിട്ട് എടുക്കുക. പിന്നെ 30 40, അപ്പൊ അങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പഠിക്കുക അല്ലേ. അപ്പൊ നമ്മുടെ അക്ഷാംശം എന്ന് പറയുന്നത് എത്രയാണ്, 8 ഡിഗ്രി 17 30 12 ഡിഗ്രി 47 40 ഇടയിലാണ്. അങ്ങനെയാണെങ്കിൽ രേഖാംശം എന്ന് പറയുന്നത് എന്താണ് അല്ലേ, രേഖാംശം എന്ന് പറയുന്നത് എത്രയാണ്, ഏതിന്റെ ഇടയിലാണ് വരുന്നത്, 74 ഡിഗ്രി 27 47 അതുപോലെ 77 ഡിഗ്രി 37 12
ഓക്കെ, എന്താണ് രേഖാംശം എന്ന് പറയുന്നത്? 74 ഡിഗ്രി 27 47നും അതുപോലെ 77 ഡിഗ്രി 37 12നും ഇടയിലാണ് അല്ലെ. ഇവിടെയും ചെറുതായിട്ട് കണക്ഷൻ ഇല്ലേ അല്ലെ. 74നോട് അല്ലേ 3 കൂട്ടുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് 77 കിട്ടും അല്ലെ. അതുപോലെ 27 37 അല്ലെ, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കുക അല്ലെ. 27 37 പിന്നെ 47 12 അത് നിങ്ങൾ അങ്ങനെ തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. 47 12. ഓക്കെ, എന്താണ് ആദ്യം പറഞ്ഞത്? രേഖാംശത്തിൽ ഏതാണ്? 74 അല്ലേ. 74നോട് നമ്മൾ 3 കൂട്ടുമ്പോൾ ഇവിടേക്കുള്ള 77 കിട്ടും. പിന്നെ ഇവിടെ 27 ഓർത്ത് വെക്കുക. അപ്പുറത്ത് എന്ത് വരും? 27 കഴിഞ്ഞിട്ടില്ലേ 37 പിന്നെ 47 12. അത് എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക കേട്ടോ. ഇങ്ങനെയൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ചെറിയ ചെറിയ കണക്ഷനൊക്കെ വെച്ചിട്ട് പഠിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? നിങ്ങളിത് എവിടെയെങ്കിലും എഴുതി ഒട്ടിച്ച് വെക്കുക കേട്ടോ. അങ്ങനെ ഡെയിലി കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പുതുതായിട്ട് പഠിക്കുന്ന കുട്ടികൾക്കല്ലേ, അവർക്ക് വേണ്ടിയിട്ടാണ്. ബാക്കിയുള്ളവർക്കൊക്കെ ഒരു വിധമൊക്കെ അറിയുന്നതായിരിക്കും. ഇടയ്ക്കിടയ്ക്ക് പരീക്ഷകളിലെ പല പരീക്ഷകളിലും ഇടയ്ക്ക് ഇത് ഇങ്ങനെ അക്ഷാംശം അതുപോലെ രേഖാംശമൊക്കെ ചോദിക്കാറുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് സെപ്പറേറ്റ് എന്ത് ചെയ്യാം? ഇത് എഴുതി വെച്ച് പഠിക്കട്ടോ. ഇനി അടുത്തത് നോക്കാനായിട്ട് പോകുന്നത് കേരളത്തിന്റെ വിസ്തീർണമാണ്. ഓക്കെ, കേരളത്തിന്റെ വിസ്തീർണം അല്ലെ എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഓക്കെ, എത്രയാണ്? 38,863 ആണ് കേട്ടോ. അപ്പൊ കേരളത്തിന്റെ വിസ്തീർണം എത്രയാണ്? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ വിസ്തീർണം അല്ലേ, നമ്മുടെ ഇന്ത്യ മൊത്തം എടുത്തു കഴിഞ്ഞാൽ അതിൽ കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എത്രയാണ്? 1.18% മാത്രമാണ് അല്ലേ. അപ്പൊ ഇന്ത്യ മൊത്തം അങ്ങ് എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ കേരളം എന്ന് പറയുന്നതിൽ ചെറിയൊരു സംസ്ഥാനമാണ് അല്ലേ. അപ്പൊ അതാണ് കേരളം എന്ന് പറയുന്നത്. എന്താണ്? ഇന്ത്യയുടെ മൊത്തം വിസ്തീർണത്തിന്റെ 1.18% മാത്രമാണ് ആരുള്ളത്? നമ്മുടെ കേരളമുള്ളത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത് എത്രയാണ് അല്ലെ? മൊത്തം ഇന്ത്യയിലെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2.76% നമ്മുടെ കേരളത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ നമ്മുടെ വിസ്തീർണം എത്രയാണ്? മൊത്തം ഇന്ത്യയിൽ മൊത്തം വിസ്തീർണം എടുത്തു കഴിഞ്ഞാൽ അതിലെ 1.18% മാത്രമുള്ളൂ ആര്? നമ്മുടെ കേരളം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ മൊത്തം ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്രയാണ്? 2.76% മാത്രമാണ് നമ്മുടെ കേരളത്തിലെ ജനസംഖ്യ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ജനസംഖ്യയിൽ നമ്മുടെ സ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർത്ത് വെച്ചേക്കുക, 21ാം സ്ഥാനമാണ് അല്ലെ. ഇന്ത്യ മൊത്തം എടുത്ത ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിൽ നമ്മുടെ മൊത്തം എല്ലാ സംസ്ഥാനങ്ങളുടെയും എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് ജനസംഖ്യയിൽ നമ്മുടെ സ്ഥാനം എത്രയാണ്? 21ാം സ്ഥാനമാണ്. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോകാം. അടുത്തതല്ലേ നമ്മുടെ കേരളത്തിന്റെ ജനസാന്ദ്രതയെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, എന്താണ് കേരളത്തിന്റെ ജനസാന്ദ്രത? എത്രയാണ് കേരളത്തിന്റെ ജനസാന്ദ്രത എന്ന് പറയുന്നത്? 860 ചതുരശ്ര കിലോമീറ്റർ ആണ് കേട്ടോ. അപ്പൊ കേരളത്തിന്റെ ജനസാന്ദ്രത എന്ന് പറയുന്നത് എത്രയാണ്? 860 ചതുരശ്ര കിലോമീറ്റർ ആണ്. ക്ലിയർ അല്ലേ? എത്രയാണ്? 860. ഇനി നമ്മൾ കേരളത്തിന്റെ സാക്ഷരത നോക്കുകയാണെങ്കിൽ അല്ലെ, കേരളത്തിന്റെ സാക്ഷരത എന്ന് പറയുന്നത് എത്രയാണ്? 94% നമ്മൾ എന്താണ്? കേരള സാക്ഷരതയാണ് അല്ലെ. കേരളത്തിന്റെ സാക്ഷരത എത്രയുണ്ട്? 94% എന്താണ്? സാക്ഷരതയാണ് അല്ലെ. അപ്പൊ സാക്ഷരരായിട്ടുള്ള ആൾക്കാരാണ് അല്ലെ ഇവിടെ കേരളത്തിലുള്ളത്. 90ന് മുകളിലാണ്. എത്രയുണ്ട്? 94% എന്തുണ്ട്? നമുക്ക് സാക്ഷരതയുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ചോദിക്കാറുണ്ട് കേരളത്തിലെ പുരുഷ സാക്ഷരത അല്ലെങ്കിൽ സ്ത്രീ സാക്ഷരത എത്രയാണ്? അത് പഠിക്കാൻ നമുക്ക് എളുപ്പമാണ്. ആദ്യം നമ്മൾ ഫീമെയിലിന് എടുക്കാം അല്ലെ, അതായത് സ്ത്രീകൾ എടുക്കാം. സ്ത്രീകൾ എടുത്തു കഴിഞ്ഞാൽ ഈ നമ്മുടെ മൊത്തം കേരളത്തിന്റെ സാക്ഷരതയിൽ നിന്ന് നമുക്കൊരു 2 കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ സാക്ഷരത കിട്ടും അല്ലെ, 92%. ഇനി പുരുഷന്മാരുടെ സാക്ഷരത കാണാനും എളുപ്പമാണ് അല്ലെ. ഈ 94ൽ നിന്ന് എന്ത് ചെയ്യുക? 2 കൂട്ടി കഴിഞ്ഞാൽ നമ്മുടെ പുരുഷ സാക്ഷരത എത്രയാണെന്ന് കിട്ടും. ഓക്കെ, അപ്പൊ നമ്മൾ ഏതെങ്കിലും ഒന്ന് പഠിക്കുക. അതായത് നമ്മുടെ കേരളത്തിന്റെ സാക്ഷരത എന്ന് പറയുന്നത് 94% പഠിച്ചു വെക്കുക. ക്ലിയർ അല്ലേ? എത്രയാണ് കേരളത്തിന്റെ സാക്ഷരത? 94%. അതിൽ സ്ത്രീകളുടേത് ചോദിക്കുകയാണെങ്കിൽ സ്ത്രീകളുടേത് എത്രയാണ്? ഈ 94ൽ നിന്ന് എന്ത് ചെയ്യുക? 2 കുറയ്ക്കുക. അപ്പൊ 92%. അതാണ് നമ്മുടെ കേരളത്തിലെ സ്ത്രീകളുടെ സാക്ഷരത. ഇനി പുരുഷന്മാരുടെ ചോദിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക? ഈ 94ൽ നിന്ന് എന്ത് ചെയ്യുക? 2 കൂട്ടുക. അപ്പൊ എത്രയേ? 96%. ക്ലിയർ അല്ലേ? പഠിച്ചു വെച്ചേക്കണം കേട്ടോ. ഒരു പ്രാവശ്യം ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ടുള്ള പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, കേരളത്തിന്റെ സാക്ഷരത ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഇതെന്ത് ചെയ്യാം? പഠിച്ചു വെച്ചേക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് കേരളത്തിലെ ജനസംഖ്യയുമായി ബന്ധപ്പെട്ട് അല്ലെ, ജനസംഖ്യ കൂടിയ ജില്ല. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളാണ്. അറിയാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? പഠിച്ചെടുക്കുക. അറിയുന്നവർക്ക് എന്ത് ചെയ്യുക? ഒരു റിവിഷൻ പോലെ ഇത് എടുക്കുക കേട്ടോ. ഇപ്പൊ ജനസംഖ്യയിലെ കേരളത്തിലെ ജനസംഖ്യ കൂടിയത് എവിടെയാണ്? മലപ്പുറത്താണ് അല്ലെ. എല്ലാവർക്കും അറിയില്ലേ കേരളത്തിൽ ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? മലപ്പുറമാണ് അല്ലെ. ജനസംഖ്യ കുറഞ്ഞത് എവിടെയാണ്? വയനാടാണ് അല്ലെ. വയനാട്ടിൽ എന്താണ്? ജനസംഖ്യ കുറവാണ്. അപ്പൊ കേരളത്തിൽ ജനസംഖ്യ കൂടിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മലപ്പുറമാണ്. ജനസംഖ്യ കുറഞ്ഞത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാ? വയനാടാണ്. അങ്ങനെയാണെങ്കിൽ ജനസാന്ദ്രത അല്ലെ, ജനസാന്ദ്രത കൂടിയത് എവിടെയാണ്?
ജനസാന്ദ്രത കൂടിയത് എവിടെയാണ് അല്ലേ? തിരുവനന്തപുരമാണ് അല്ലേ? എവിടെയാണ്? തിരുവനന്തപുരത്താണ് ജനസാന്ദ്രത കൂടുതലുള്ളത്. എന്നാൽ ജനസാന്ദ്രത കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഇടുക്കിയാണ് കേട്ടോ. അപ്പൊ ജനസാന്ദ്രത കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ഇടുക്കിയാണ്. അപ്പൊ ക്ലിയർ അല്ലേ? മാറിപ്പോകരുത്. നമുക്ക് ജനസംഖ്യ കൂടിയത് എവിടെയാണെന്ന് എല്ലാവർക്കും അറിയില്ലേ? മലപ്പുറം ജില്ലയിലാണ് എപ്പോഴല്ലേ ജനസംഖ്യ കൂടുതൽ നമ്മൾ പറഞ്ഞു കേൾക്കാറ്. അപ്പൊ ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? മലപ്പുറമാണ്. ജനസംഖ്യ കുറഞ്ഞത് എവിടെയാണ്? വയനാടാണ് അല്ലേ? വയനാട്ടിലൊക്കെ ആൾക്കാർ കുറവല്ലേ? അപ്പൊ വയനാടാണ് എന്ത്? ജനസംഖ്യ കുറവ്. ഈ ജനസാന്ദ്രത കൂടുതൽ എവിടെയാണ് അല്ലെ? ഉള്ള സ്ഥലത്ത് ആൾക്കാർ തിങ്ങി പാർത്ത് ജീവിക്കുന്നത് എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരം ജില്ലയിലാണ് അല്ലെ? ഇടുക്കിയിൽ എന്താണ്? ജനസാന്ദ്രത കുറവാണ് അല്ലെ? അവിടെ അധികം കാടുകളൊക്കെയാണ് അല്ലെ? അവിടെ വലിയ ജില്ലയാണ്, പക്ഷെ അതിനുള്ള ആൾക്കാർ അവിടെ ഇല്ല. അതുകൊണ്ടാണ് ജനസാന്ദ്രത എന്ത്? അവിടെ കുറവെന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പൊ ജനസാന്ദ്രത കൂടുതൽ എവിടെയാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ ഇടുക്കിയിലാണ്. ഓർത്ത് വയ്ക്കട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് ഏറ്റവും വലിയ ജില്ല അല്ലെ? നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഏറ്റവും വലിയ ജില്ല അല്ലെ? ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ് അല്ലെ? ഇടുക്കിയാണ് അല്ലെ? അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് മാറിയതാണ്. നമ്മൾ ഏതാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? പാലക്കാടായിരുന്നു ഏറ്റവും വലിയ ജില്ല എന്നൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് ഇടുക്കി പെട്ടെന്ന് മാറിയത്? വലിയ ജില്ലയാവാൻ കാരണമായത് എന്താ? എന്തുകൊണ്ടാണ് ഇടുക്കി പെട്ടെന്ന് അങ്ങ് വലിയ ജില്ലയായി മാറിയത്? പെട്ടെന്നൊരു ദിവസത്തിൽ അങ്ങോട്ട് വലുതായതാണോ? അല്ലല്ലേ? നമുക്കറിയാലേ, എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്നു കുട്ടമ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലം അല്ലെ? കുട്ടമ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലം ഉണ്ടായിരുന്നു. അത് ഏതിന്റെ ഭാഗമായിരുന്നു? എറണാകുളം ജില്ലയുടെ ഭാഗമായിരുന്നു. അതെന്ത് ചെയ്തു? നമ്മുടെ ഇടുക്കി ജില്ലയോട് കൂടിയിട്ട് അങ്ങ് കൂട്ടി. ഓക്കെ, അപ്പൊ എന്ത് ചെയ്തു? നമ്മുടെ ഇടുക്കിയുടെ വിസ്തീർണം അങ്ങ് കൂടി. കൂടിയതോട് കൂടിയിട്ട് എന്തായി? നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയായിട്ട് ആര് മാറി? ഇടുക്കി മാറി. ക്ലിയർ അല്ലേ? മനസ്സിലാക്കി പഠിക്കുക. അപ്പൊ ഏറ്റവും വലിയ ജില്ല കേരളത്തിൽ ഇപ്പൊ ആരാണ്? ഇടുക്കിയാണ്. അറിയാത്തവരുണ്ടെങ്കിൽ, അപ്ഡേറ്റ് ആവാത്ത ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കുക. മാറി വിവരമൊക്കെ അറിയാത്ത ആൾക്കാർ ഇപ്പോഴും ഉണ്ടാവും. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പൊ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ഏറ്റവും ചെറിയ ജില്ല ഏതാണ് അല്ലെ? നമ്മുടെ കുട്ടനാടൊക്കെ ഉള്ളത് അല്ലെ? ആലപ്പുഴയാണ് ഏറ്റവും ചെറിയ ജില്ല. ഏതാണ് ചെറിയ ജില്ല? ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ് കേട്ടോ. അപ്പൊ വലുത് ഏതാണ്? ഇടുക്കിയാണ്. ഏറ്റവും ചെറുത് ഏതാണ്? ആലപ്പുഴയാണ്. അപ്പൊ ജനസാന്ദ്രത കൂടിയ ജില്ല ഏതായിരുന്നു? ജനസാന്ദ്രത കൂടിയത്? തിരുവനന്തപുരം ആണ് അല്ലെ? കുറഞ്ഞത് ഏതാണ്? നമ്മുടെ ഇടുക്കിയാണ് അല്ലെ? ജനസാന്ദ്രത കുറയാൻ ഇടുക്കി ആവാൻ കാരണം എന്താ? ഇടുക്കി വലിയൊരു ജില്ലയാണ് അല്ലെ? അതിന് ആ വലിയ ജില്ലയാണെങ്കിലും കൂടിയിട്ട് അതിലുള്ള ആൾക്കാർ എന്തില്ല? ഇടുക്കിയിലില്ല. അതുകൊണ്ടാണ് അവിടെ ജനസാന്ദ്രത കുറവ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? എന്നാൽ ജനസംഖ്യ കൂടിയ ജില്ല ഏതാണ്? നമ്മുടെ മലപ്പുറമാണ്. ജനസംഖ്യ കുറഞ്ഞത് എവിടെയാണ്? വയനാടുമാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കട്ടോ. ഇനി നമുക്ക് അടുത്ത് നോക്കാനുള്ളത് സ്ത്രീ പുരുഷ അനുപാതമാണ് അല്ലെ? ഇത്ര സ്ത്രീക്ക് ഇത്ര പുരുഷന്മാർ എന്നുള്ള ഒരു അനുപാതമാണ് അല്ലെ? സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത്. ഇത് കൂടുതൽ എവിടെയാണ്? കണ്ണൂരാണ് കേട്ടോ. അപ്പൊ സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതൽ എവിടെയാണ്? കണ്ണൂരാണ്. എന്നാൽ സ്ത്രീ പുരുഷ അനുപാതം കുറവ് എവിടെയാന്ന് ചോദിച്ചാൽ എവിടെയാണ്? നമ്മുടെ ഇടുക്കിയിലുമാണ്. ഓക്കെ, മാറിപ്പോവരുത്. സ്ത്രീ പുരുഷ അനുപാതം ഏറ്റവും കൂടുതൽ എവിടെയാണ്? കണ്ണൂരാണ്. സ്ത്രീ പുരുഷ അനുപാതം കുറവ് എവിടെയാണ്? ഇടുക്കിയാണ്. ഇനി കടൽ തീരം അല്ലെ? കടൽ തീരം കൂടുതലുള്ള ജില്ല ഏതാണ്? കടൽ തീരം കൂടുതലുള്ള ജില്ല കണ്ണൂരാണ് കേട്ടോ. കടൽ തീരം കൂടുതലുള്ള ജില്ല എവിടെയാണ്? കണ്ണൂരാണ്. കടൽ തീരം കുറവ് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കൊല്ലത്താണ് കേട്ടോ. അപ്പൊ കടൽ തീരം കുറവ് കൊല്ലത്താണ്. കടൽ തീരം കൂടുതലുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ്. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തോട്ട് പോവാം. അടുത്ത ഭാഗം നോക്കാം. നമ്മുടെ പട്ടികജാതിക്കാരല്ലേ? പട്ടികജാതിക്കാര് കൂടുതലുള്ള ജില്ല എവിടെയാണ്? പട്ടികജാതിക്കാര് കൂടുതലുള്ള ജില്ല പാലക്കാടാണ് കേട്ടോ. പട്ടികജാതിക്കാര് കൂടുതലുള്ള ജില്ല ചോദിച്ചാൽ എവിടെയാണ്? അത് പാലക്കാടാണ്. എവിടെയാണ്? പാലക്കാടാണ്. എന്നാൽ പട്ടികവർഗക്കാര് കൂടുതലുള്ളതോ? പട്ടികവർഗക്കാർ കൂടുതൽ വയനാടാണ് കേട്ടോ. പരസ്പരം മാറരുത്. ഇവിടെ നമുക്ക് മാറാതിരിക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട് അല്ലേ? എന്താണ്? പട്ടികവർഗം ഇവിടെ വാ ഉണ്ട് അല്ലേ? അപ്പൊ എന്താണ്? വാ വെച്ചിട്ട് തുടങ്ങുന്നതായിരിക്കും വയനാട്. എന്നാൽ പട്ടികജാതിക്കാര് എവിടെയാണ്? പാലക്കാടാണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ പട്ടികജാതിക്കാർ കൂടുതലുള്ളത് പാലക്കാടും പട്ടികവർഗക്കാരിലെ വർഗക്കാര് വയനാടുമാണ്. അത് നിങ്ങൾ എന്ത് ചെയ്യുക? മറക്കാതെ മാറിപ്പോവാതെ പഠിക്കുക. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോവാം. ഇനി അടുത്ത ഭാഗം എന്താണ് അല്ലെ? വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് അല്ലെ? നമ്മുടെ കേരളത്തിലെ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കുമളിയാണ് കേട്ടോ. ഏതാണ്? കുമളിയാണ് വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. എന്നാൽ വിസ്തീർണം കുറഞ്ഞത് ഏതാണ്? വളപട്ടണമാണ് കേട്ടോ. അപ്പൊ വളപട്ടണം എന്താണ്? വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്താണ്. അപ്പൊ കൂടിയത് ഏതാണ്? കുമളിയാണ്. കൂടിയത് കുമളി. ഏതാണ്? കൂടിയത് കുമളിയാണ്. കുറഞ്ഞത് ഏതാണ്? വളപട്ടണമാണ്. കുറഞ്ഞത് വളപട്ടണമാണ്. ഓർത്ത് വെക്കട്ടെ. എന്താണിത്? വിസ്തീർണം കൂടിയതാണ് കേട്ടോ. അപ്പൊ കേരളത്തിൽ വിസ്തീർണം കൂടിയ എന്താണ്? ഗ്രാമപഞ്ചായത്താണ് എന്ത്? കുമളി എന്ന് പറയുന്നതും. കുറഞ്ഞതാണ് ഏത്? വളപട്ടണം എന്ന് പറയുന്നതും. ഓക്കെ, മാറരുത്. ഇനി അടുത്തത് ജനസംഖ്യ കൂടിയല്ലേ? ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് ചോദിച്ചാൽ ഏതാണ്? ഉളിയാഴ്ത്തുറയാണ് കേട്ടോ. ഏതാണ് സ്ഥലം? ഉളിയാഴ്ത്തുറയാണ് നമ്മുടെ ജനസംഖ്യ കൂടിയ വില്ലേജ് എന്ന് പറയുന്നത്.
എന്നാൽ ജനസംഖ്യ കുറഞ്ഞ വില്ലേജ് ഏതാണെന്ന് ചോദിച്ചാൽ മ്ലാപ്പാറയാണ് കേട്ടോ. ഏതാണ്? മ്ലാപ്പാറയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കട്ടോ. ഒരു ഇപ്പൊ പുതുതായിട്ട് പഠിക്കുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യുക? ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന സാധനങ്ങളിൽ എന്ത് ചെയ്യുക? റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ അല്ലെ ഓരോ ദിവസം ഇടവിട്ട് കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്ത് മനപ്പാടായിട്ട് പഠിക്കാം. ക്ലിയർ അല്ലേ? അപ്പൊ അടുത്തതിലോട്ട് പോവാം. അടുത്തതല്ലേ ഏറ്റവും വലിയ താലൂക്ക്. ഓക്കെ, ഏറ്റവും വലിയ താലൂക്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഏറനാടാണ് കേട്ടോ. ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ്. എന്നാൽ ഏറ്റവും ചെറിയ താലൂക്ക് ചോദിച്ചാൽ ഏതാണ്? കുന്നത്തൂരാണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ചെറിയ താലൂക്ക് ഏതാണ്? കുന്നത്തൂരാണ്. ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറനാട് അല്ലെ. ഏറനാട് ഏറിയതാണ് അല്ലെ, വലുത് അല്ലെ. അപ്പൊ ഏറ്റവും വലിയ താലൂക്ക് ഏതാണ്? ഏറനാട്. ഓക്കെ, ഏറ്റവും ചെറിയ താലൂക്ക് ഏതാ ചോദിച്ചാൽ ഏതാണ്? കുന്നത്തൂരാണ് അല്ലെ. ഏതാണ്? കുന്നത്തൂര്. അടുത്തതാണ് ഏറ്റവും വലിയ നിയോജക മണ്ഡലം. ഓക്കെ, ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഏതാണ്? ഉടുമ്പൻചോലയാണ് കേട്ടോ. ഏതാണ്? ഉടുമ്പൻചോലയാണ് ഏറ്റവും വലിയ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. എന്നാൽ ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം ഏതാണ്? മഞ്ചേശ്വരമാണ്. എവിടെയാണ്? മഞ്ചേശ്വരമാണ് ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഒന്നുകൂടി പറയാം. ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഏതാണ്? ഉടുമ്പൻചോലയാണ്. ഏറ്റവും ചെറുത് ഏതാണ്? മഞ്ചേശ്വരമാണ്. ഒന്നും കൂടി നോക്കാം. നമുക്ക് ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? തിരുവനന്തപുരം കോർപ്പറേഷൻ ആണ് കേട്ടോ. അത് ഓർത്ത് വെച്ചേക്കാം. എന്താണ്? ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? തിരുവനന്തപുരമാണ്. അപ്പൊ ഇതുവരെ എടുത്ത കാര്യങ്ങളൊന്ന് നോക്കാം. നമ്മൾ ആദ്യം എന്താ പറഞ്ഞത്? കേരളവുമായി ബന്ധപ്പെട്ട് കേരളം രൂപീകരിച്ച വർഷം എല്ലാവർക്കും അറിയാം 1956 നവംബർ 1-നാണ്. ആ സമയത്ത് എന്തില്ല? നമ്മുടെ 14 ജില്ലകളില്ല, 5 ജില്ലകളാണ് ഉണ്ടായിരുന്നത്. ഏതൊക്കെയായിരുന്നു അല്ലെ? നമ്മുടെ തെക്ക് ഭാഗത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, അതുപോലെ ഏതാണ്? തൃശ്ശൂര്, പിന്നെ നമ്മുടെ വടക്കൻ ഭാഗത്തുള്ള മലബാർ എന്ന് പറയും അല്ലെ. വടക്കൻ ഏരിയ മൊത്തം നമ്മൾ മലബാർ എന്ന് പറയും. അങ്ങനെ 5 ജില്ലകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി കേരളത്തിൽ അക്ഷാംശ സ്ഥാനം എന്ന് പറയുന്നത് എത്രയാണ് അല്ലെ? 8 ഡിഗ്രി 17 30-നും അതുപോലെ 12 ഡിഗ്രി 47 40-നും ഇടയിലാണ് അല്ലെ. അപ്പൊ 8 അല്ലെ 4 കൂട്ടിയ 12 കിട്ടും. അതുപോലെ 17 കണക്ട് ചെയ്തിട്ട് 47 കൊടുക്കുക, 30 40 അങ്ങനെ കണക്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കട്ടോ. നമുക്ക് എന്താണ് പരീക്ഷയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഓപ്ഷൻസിൽ ഇതുപോലെ പല നമ്പേഴ്സ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നോക്കി വെക്കുക അല്ലെ. ഈ പറഞ്ഞ കണക്ഷനൊക്കെ വെച്ചിട്ടുള്ള ഏതാന്ന് നോക്കിയിട്ട് അങ്ങനെ കറപ്പിക്കാം. നമുക്ക് ആ സമയത്ത് എന്താ? പരീക്ഷാ സമയത്തല്ലേ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് കിട്ടിക്കോളും. അല്ലാതെ ഇങ്ങനെ കാണാപ്പാടം വെച്ച് പഠിച്ചു പോകണ്ട. നമുക്ക് ആ സമയത്ത് പരീക്ഷയിൽ ഒരുപാട് ഓപ്ഷൻ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും കണക്ഷൻ വെച്ചിട്ട് അവിടെ നിന്ന് നമുക്ക് ഉത്തരത്തിലേക്ക് എത്താനായിട്ട് പറ്റുട്ടോ. ഈ രേഖാംശം എന്ന് പറഞ്ഞത് എത്രയാണല്ലേ? 74 27 47-നും അതുപോലെ 77 ഡിഗ്രി 37 12-നും ഇടയിലാണ് അല്ലെ. 74-നോട് 3 കൂട്ടിയിട്ട് 77 കിട്ടുന്നു. പിന്നെ 27 37 അതുപോലെ 47 12. ക്ലിയർ അല്ലേ? ഇനിയില്ലേ അടുത്തത് എന്താ പറഞ്ഞത്? കേരളത്തിന്റെ വിസ്തീർണമാണ്. എത്രയാണ് വിസ്തീർണം? 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ് അല്ലെ കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. ഇനി 1.18 എന്താണ് പറഞ്ഞത്? 1.18 എന്താണ്? എന്തിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്? വിസ്തീർണമാണല്ലേ. അതായത് മൊത്തം ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ അതിൽ അല്ലെ 1.18% മാത്രമാണ് കേരളം എന്ന് പറഞ്ഞത്. ഓക്കെ, അതായത് കേരളത്തിന്റെ വിസ്തീർണം എത്ര ശതമാനത്തിലാണ് പറഞ്ഞത്? 1.18%. അങ്ങനെയാണെങ്കിൽ 2.76% എന്താണ്? ജനസംഖ്യയുമായി കണക്ട് ചെയ്ത് പറയുന്നതാണ് അല്ലെ. അതായത് മൊത്തം ഇന്ത്യയുടെ ജനസംഖ്യ എടുത്തു കഴിഞ്ഞാൽ അതിൽ 2.76% എന്ത്? കേരളത്തിന്റെ ജനസംഖ്യ എന്ന് പറയുന്നത്. ജനസംഖ്യ എത്രാം സ്ഥാനമാണ് കേരളത്തിന്? 21-ാം സ്ഥാനം അല്ലെ. കേരളത്തില് മൊത്തം ജനസംഖ്യയിലെ കേരളത്തിന്റെ സ്ഥാനം എത്രയാണ്? 21-ാം സ്ഥാനമാണ്. അതും കൂടി ഓർത്ത് വെച്ചേക്കാം. ഇനി അല്ലെ 860 എന്താണ്? 860 ചതുരശ്ര കിലോമീറ്റർ എന്താണ്? നമ്മുടെ കേരളത്തിന്റെ ജനസാന്ദ്രതയാണ് കേട്ടോ. അപ്പൊ കേരളത്തിന്റെ ജനസാന്ദ്രതയാണ് എന്താ? 860 ചതുരശ്ര കിലോമീറ്റർ. പിന്നെ നമ്മൾ പഠിച്ചുല്ലേ സാക്ഷരത പഠിച്ചുല്ലേ. മൊത്തം സാക്ഷരത എത്രയാണ്? 94% ആണല്ലേ. 90-ന് മുകളിലാണല്ലേ. അപ്പൊ കേരളത്തിന്റെ സാക്ഷരത എന്ന് പറയുന്നത് എത്രയാണ്? 94%. അതിൽ നിന്ന് 2 കുറച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്ത്രീകളുടെ സാക്ഷരത കിട്ടും അല്ലെ. സ്ത്രീകൾക്കാണ് കുറവെന്ന് ഓർത്ത് വെച്ചേക്കല്ലേ. അപ്പൊ 2 കുറച്ചു കഴിഞ്ഞാൽ 92% സ്ത്രീകളെന്നും ഇവരോട് കൂടില്ലേ 94-നോട് കൂടിയിട്ട് 2 കൂട്ടി കഴിഞ്ഞാൽ 96 കിട്ടും. അതാണ് നമ്മുടെ പുരുഷന്മാരുടെ സാക്ഷരത എന്ന് പറയുന്നത് അല്ലെ. 96% ഓർത്ത് വെക്കുക. അടുത്തത് നമ്മൾ പറഞ്ഞു ജനസംഖ്യ കൂടിയ ജില്ല പറഞ്ഞില്ലേ. ഏതാണ്? മലപ്പുറം ജില്ലയാണ് ജനസംഖ്യ കൂടിയത്. കുറവ് എവിടെയാണ്? നമ്മുടെ വയനാടാണ്. എങ്കിൽ ജനസാന്ദ്രത കൂടുതൽ എവിടെയാണ്? നമ്മുടെ തിരുവനന്തപുരം ജില്ലയാണ്. കുറവ് എവിടെയാണ്? ഇടുക്കി ജില്ലയാണ്. എന്നാൽ ഏറ്റവും വലിയ ജില്ല ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? നമ്മുടെ ഇടുക്കിയാണ്. ചെറുത് ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. ഇനി സ്ത്രീ പുരുഷാനുപാതം കൂടുതൽ എവിടെയാണ്? കണ്ണൂരാണ്. കുറവ് എവിടെയാണ് ചോദിച്ചാൽ ഇടുക്കിയാണ്. കടൽ തീരം കൂടുതൽ എവിടെയാണ്? കണ്ണൂർ ജില്ലയാണ് അല്ലെ. കടൽ തീരം കൂടുതൽ എവിടെയാണ്? കണ്ണൂരാണ്. കുറവാണ് കൊല്ലത്തുള്ളത് കേട്ടോ. പിന്നെ നമ്മൾ പറഞ്ഞു പട്ടികജാതിക്കാരല്ലേ. പട്ടികജാതിക്കാർ കൂടുതൽ എവിടെയാണ്? പാലക്കാടാണ് അല്ലെ. പട്ടിക വർഗ്ഗക്കാർ കൂടുതലോ അല്ലെ. വർഗം വാ വെച്ച് കണക്ട് ചെയ്യുക, വയനാടാണ്. പട്ടികജാതിക്കാർ കൂടുതൽ എവിടെയാണ്? പാലക്കാടാണ്. പട്ടിക വർഗ്ഗക്കാർ കൂടുതൽ എവിടെയാണ് ചോദിച്ചാൽ എവിടെയാ? വയനാടുമാണ്. പിന്നെ നമ്മൾ പറഞ്ഞില്ലേ വിസ്തീർണം കൂടിയ ഗ്രാമപഞ്ചായത്താണ് കുമളി എന്ന് പറഞ്ഞു. കുറഞ്ഞത് എവിടെയാണ്? വളപട്ടണമാണ്.
എന്നാൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യയുള്ള വില്ലേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാ? ഉളിയാഴ്ത്തുറയാണ്. കുറവ് ഏതാണ്? മ്ലാപ്പാറയാണ്. പിന്നെ എന്താ പറഞ്ഞത്? ഏറനാടിലെ, ഏറനാട് എന്താണ്? ഏറ്റവും വലിയ താലൂക്കാണ് എന്ത്? ഏറനാട് എന്ന് പറയുന്നത് അല്ലെ, ഏറ്റവും വലുതിലെ, ഏറിയത് അല്ലെ. അപ്പൊ ഏറനാടാണല്ലേ ഏറ്റവും വലിയ താലൂക്ക് എന്ന് പറയുന്നത്. ചെറിയത് ഏതാ? കുന്നത്തൂര്. നമ്മൾ ചെറുതാക്കി പറയല്ലേ, ചെറിയ താലൂക്ക് ഏതാ ചോദിച്ചാൽ കുന്നത്തൂരാണ്. എന്നാൽ ഏറ്റവും വലിയ നിയോജക മണ്ഡലം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ഉടുമ്പൻചോലയാണ് കേട്ടാ. ഏറ്റവും വലുതാണ് അല്ലേ ഉടുമ്പൻചോല എന്ന് പറയുന്നത്. ഏറ്റവും വലിയ നിയോജക മണ്ഡലമാണ്. എന്നാൽ ചെറുത് ഏതാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മഞ്ചേശ്വരമാണ്. എവിടെയാണ്? മഞ്ചേശ്വരമാണ് ഏറ്റവും ചെറിയ നിയോജക മണ്ഡലം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? പിന്നെ നമ്മളല്ലേ കോർപ്പറേഷനിലെ ജനസംഖ്യ കൂടിയ കോർപ്പറേഷൻ ഏതാന്ന് പറഞ്ഞു? എവിടെയാ? തിരുവനന്തപുരം ജില്ലയാണ്. അതും കൂടി എന്ത് ചെയ്യുക? ഓർത്ത് വെച്ചേക്കാം. ഇത്രയും ഭാഗങ്ങൾ ക്ലിയർ അല്ലേ? നമുക്ക് അടുത്ത ഭാഗത്തിലോട്ട് പോകാം. ഓക്കെ, അടുത്ത ഭാഗം അല്ലെ, നമുക്ക് കുറച്ച് വ്യക്തികളെ നമുക്ക് പരിചയപ്പെടാം. കേരളവുമായി ബന്ധപ്പെട്ട് എപ്പോഴും ചോദിക്കാറുള്ള, PSCക്ക് എപ്പോഴും ഇഷ്ടപ്പെട്ട കുറച്ച് വ്യക്തികളുണ്ട്, അത് നോക്കാം. ഫസ്റ്റ് അല്ലേ, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആരാണ്? ആദ്യ മലയാളി ആരാണ്? KG ബാലകൃഷ്ണനാണ് കേട്ടോ. ആരാണ്? KG ബാലകൃഷ്ണനാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? അതായത് നമ്മുടെ സുപ്രീം കോടതിയിൽ എത്തിയിട്ടുള്ള നമ്മുടെ മലയാളി അല്ലെ, അതായത് ആദ്യ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള മലയാളിയാണ് ആര്? KG ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അല്ലേ, ചീഫ് ജസ്റ്റിസ് അല്ല, ജഡ്ജി പദവിയിൽ എത്തിയിട്ടുള്ള മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ആരാ? P ഗോവിന്ദ മേനോനാണ്. മാറിപ്പോകരുത് കേട്ടോ. മറ്റാൾ ആരാണ്? ചീഫ് ജസ്റ്റിസ് ആണ് കേട്ടോ. നമ്മുടെ സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ആദ്യ മലയാളിയാണ് ആര്? KG ബാലകൃഷ്ണൻ എന്ന് പറയുന്നത്. എന്നാൽ ജഡ്ജി ആയിട്ടുള്ള മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? നമ്മുടെ P ഗോവിന്ദ മേനോനാണ് കേട്ടോ. എന്നാൽ ജഡ്ജി പദവിയിലെത്തിയ മലയാളി വനിത ചോദിച്ചാൽ ആരാണ്? ഫാത്തിമ ബീവിയാണ് കേട്ടോ. ആരാണ്? ഫാത്തിമ ബീവിയാണ് എന്താ സുപ്രീം കോടതി ജഡ്ജി പദവിയിൽ എത്തിയിട്ടുള്ള ആദ്യ മലയാളി എന്ന് പറയുന്നത് ആരാണ്? വനിത അല്ലെ. ആരാണ്? ഫാത്തിമ ബീവിയാണ്. മാറിപ്പോകരുത്. അടുത്ത് നോക്കാം. കേരള ഹൈക്കോർട്ടിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? KT കോശിയാണ് കേട്ടോ. ആരാണ്? കേരള ഹൈക്കോടതിയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? KT കോശിയാണ്. അപ്പൊ നമ്മുടെ സുപ്രീം കോടതിയിലാണ് ചീഫ് ജസ്റ്റിസ് ആരാ പറഞ്ഞത്? KG ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞത്. എന്നാൽ കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ്? KT കോശിയാണ്. അടുത്തത് എന്താ നോക്കാം. ഇനി പ്രധാന വനിതകളാണ് കേട്ടോ. കേരളവുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് വനിതകൾ നമുക്ക് പഠിക്കാനുണ്ട്. അവരാരൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് വൺ, കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ. എല്ലാവർക്കും അറിയാലോ അല്ലെ, കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണ്? ജ്യോതി വെങ്കിടാചലമാണ് അല്ലെ. ആരാണ്? ജ്യോതി വെങ്കിടാചലമാണ് ആര്? കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വനിതാ ഗവർണർ എന്ന് പറയുന്നത് ആരാണ്? ജ്യോതി വെങ്കിടാചലമാണ്. ഇവർ തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ ചാൻസലർ എന്ന് പറയുന്നതും. ഓക്കെ, അപ്പൊ കേരളത്തിലെ ആദ്യത്തെ ചാൻസലർ എന്ന് പറയുന്നത് ആരാണ്? ഈ ജ്യോതി വെങ്കിടാചലം തന്നെയാണ് കേട്ടോ. അതും കൂടി നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കാം. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ വൈസ് ചാൻസലർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ജാൻസി ജെയിംസ് ആണ് കേട്ടോ. അപ്പൊ വൈസ് എന്ന് പ്രത്യേകം എടുത്തു പറയാണ് അല്ലെ. വൈസ് ചാൻസലർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? ജാൻസി ജെയിംസ് ആണ്. വൈസ് അല്ലെ, വൈസ് ജാൻസി അല്ലെ, അങ്ങനെ കണക്ട് ചെയ്യുക. വൈസ് ജാൻസി. അപ്പൊ വൈസ് ചാൻസലർ ആരാണെന്ന് ചോദിച്ചാൽ ജാൻസി ജെയിംസ് ആണ്. എന്നാൽ ജസ്റ്റ് അല്ലെ, കേരളത്തിലെ ആദ്യത്തെ ഫസ്റ്റ് ചാൻസലർ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ജ്യോതി വെങ്കിടാചലമാണ്. അവർ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ വനിതാ ഗവർണർ എന്ന് പറയുന്നതും. ഓക്കെ, അടുത്തത് അല്ലെ, കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി അല്ലെ. വനിതാ മന്ത്രി ആരാണ്? എല്ലാവർക്കും അറിയാലോ, KR ഗൗരിയമ്മ അല്ലെ. നമ്മുടെ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ് ആര്? KR ഗൗരിയമ്മ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ കേരളത്തിലെ ആദ്യത്തെ വനിതാ മന്ത്രി ആരാണ്? KR ഗൗരിയമ്മയാണ്. അടുത്തത്, കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി അല്ലെ. ആരാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്? പത്മ രാമചന്ദ്രനാണ് കേട്ടോ. ആരാണ്? പത്മ രാമചന്ദ്രനാണ് അല്ലെ നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തരമന്ത്രി ആരാണ്? ആഭ്യന്തരമന്ത്രി ആരാണ്? നിവേദിത P ഹരനാണ് കേട്ടോ. ആരാണ്? നിവേദിത P ഹരനാണ് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ വനിതാ ആഭ്യന്തരമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വനിതാ ചീഫ് സെക്രട്ടറി ആരായിരുന്നു? പത്മ രാമചന്ദ്രനാണ്. എന്നാൽ വനിതാ ആഭ്യന്തരമന്ത്രി ആരാണ് ചോദിച്ചാൽ ആരാണ്? നിവേദിത P ഹരനാണ്. പരസ്പരം മാറരുത്, കൃത്യമായിട്ട് പഠിച്ചു പോകട്ടോ. റിപ്പീറ്റ് ചെയ്ത് കേട്ട് പഠിക്കുക. അടുത്തത് എന്താ നോക്കാം. അടുത്തത്, കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ കേന്ദ്രമന്ത്രി ആരാണ്? കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ കേന്ദ്രമന്ത്രി അല്ലെ. നമ്മുടെ കേരളത്തിൽ നിന്നല്ലേ കേന്ദ്രത്തിലോട്ട് പോയിട്ടുള്ള ആദ്യ വനിതാ മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ ലക്ഷ്മി N മേനോൻ ആണ് കേട്ടോ. ആരാണ്? ലക്ഷ്മി N മേനോനാണ് നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ വനിതാ കേന്ദ്രമന്ത്രി അല്ലെ. കേന്ദ്രത്തിലോട്ട് പോയത് ആരാണ്? ലക്ഷ്മി N മേനോനാണ്. ഇവർ തന്നെയാണ് നമ്മുടെ രാജ്യസഭാ അംഗമായ ആദ്യ മലയാളി വനിത എന്ന് പറയുന്നതും. ഓക്കെ, അപ്പൊ ലക്ഷ്മി N മേനോൻ തന്നെയാണ് എന്താ രാജ്യസഭാ മെമ്പർ ആയിട്ടുള്ള ആദ്യ മലയാളി വനിത എന്ന് പറയുന്നതും. ക്ലിയർ അല്ലേ? അടുത്ത ഭാഗത്തിലോട്ട് പോകാം.
അടുത്തതല്ലേ, കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു? സുജാത പി മനോഹർ ആയിരുന്നു. ആരാണ്? സുജാത പി മനോഹർ ആണ് എന്ത് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കേരള ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ മലയാളി വനിത എന്ന് സെപ്പറേറ്റ് ചോദിക്കുകയാണെങ്കിൽ അതാരാണ്? കെ ഉഷയാണ് കേട്ടോ. അപ്പൊ സുജാത പി മനോഹർ ആരല്ല? മലയാളിയല്ല. അതുകൊണ്ടാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് എന്ന് മാത്രം ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അത് സുജാത പി മനോഹർ ആണ്. എന്നാൽ സെപ്പറേറ്റ് എടുത്ത് പറയാണ് കേരള ഹൈക്കോടതിയിലെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി വനിത എന്ന് ചോദിച്ചാൽ ആരാണ്? കെ ഉഷയാണ് കേട്ടോ. പഠിച്ചു വെച്ചേക്കുക. ഇനി നമുക്കല്ലേ നമ്മുടെ കായികപരമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് വ്യക്തികൾ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് വനിതകളെ അത് നോക്കുക. അത് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ആൾക്കാരല്ലേ പി.ടി. ഉഷ, അതുപോലെ ഷൈനി വിൽസൺ. പരസ്പരം മാറിപ്പോകുന്നതും എന്താണ്? ഇവർ തമ്മിലാണ് അല്ലേ. അപ്പൊ അതൊന്ന് നമുക്ക് ക്ലിയർ ചെയ്ത് വെക്കാം. ഫസ്റ്റ് എന്താണ്? ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ കേരള വനിത. ഓക്കെ, ആരാണ്? ഒളിമ്പിക്സിലെ ഫൈനലിലെത്തിയ ആദ്യ കേരള വനിത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അതാണ് പി.ടി. ഉഷ എന്ന് പറയുന്നത്. ഓക്കെ, എന്നാൽ ഒളിമ്പിക്സിന്റെ സെമി ഫൈനലിലെത്തിയ ആദ്യ കേരളീയ വനിത ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഷൈനി വിൽസൺ ആണ് കേട്ടോ. മാറിപ്പോകരുത്, ഇവർ പരസ്പരം മാറിപ്പോകരുത്. നമുക്ക് മാറാതിരിക്കാൻ ഒരു ടിപ്പ് പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം പി.ടി. ഉഷ, ഷൈനി വിൽസൺ ഇവരാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതായത് ഒളിമ്പിക്സിന്റെ ഫൈനലിൽ എത്തിയതാണ് പി.ടി. ഉഷ, സെമി ഫൈനലിൽ എത്തിയതാണ് ആര്? ഷൈനി വിൽസൺ. അല്ലെ, ഇവിടെ സെമി ഫൈനൽ എന്ന് പറയുമ്പോൾ ഇവിടെ എസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ലേ? സെമിയിലെ എസ് ആയിട്ട് കണക്ട് ചെയ്യുന്നതൂടെ അവിടെ നമുക്ക് ഷൈനിയിലും എന്തുണ്ട്? എസ് ഉണ്ട് അല്ലെ. ഷൈനി എന്ന് പറയുന്നത് എസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പൊ എന്ത് ചെയ്യാ? സെമി ഫൈനൽ എത്തിയത് ആരാന്ന് മനസ്സിലാവും? ഷൈനി വിൽസൺ ആണെന്ന് മനസ്സിലാവില്ലേ? പി.ടി. ഉഷ അല്ലാന്ന് അവിടെ നമുക്ക് ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഒളിമ്പിക്സിൽ ഫൈനലിൽ എത്തിയ ആദ്യ കേരള വനിത എന്ന് ചോദിച്ചാൽ ആരാണ്? അത് പി.ടി. ഉഷയാണ്. സെമി ഫൈനൽ എന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെ, സെമി ഫൈനൽ എന്ന് പറഞ്ഞാൽ എസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് ആരാണ്? ഷൈനി വിൽസൺ ആണ്. ഓർത്ത് വെച്ചേക്കാം. അടുത്ത് നോക്കാം. രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ആരാണത്? അത് കെ.എം. ബീന മോളാണ് കേട്ടോ. അപ്പൊ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? കെ.എം. ബീന മോളാണ്. ഓർത്ത് വെച്ചേക്കട്ടെ അല്ലെ. നമുക്ക് രാജീവും ബീനയുമായിട്ടൊക്കെ കണക്ട് ചെയ്തൊക്കെ പറയാം അല്ലെ. അങ്ങനെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. രാജീവും ബീനയും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ വെച്ചിട്ടൊക്കെ പറയാം. അപ്പൊ രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി എന്ന് പറയുന്നത് ആരാണ്? കെ.എം. ബീന മോൾ. ഇതൊക്കെ കണക്ഷൻ എന്തിനാ വെക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അല്ലെ പരീക്ഷയിലെ എക്സാം സമയത്ത് ഈ ഓപ്ഷനിൽ ഇവരൊക്കെ ഉണ്ടാവില്ല. ഏതെങ്കിലും ഒരു ചോദ്യവും ചോദിക്കുന്നുണ്ടാവും. അതിന്റെ കൂടെ അല്ലേ നമ്മുടെ കൂടെ പി.ടി. ഉഷ ഉണ്ടാവും, ഷൈനി വിൽസൺ ഉണ്ടാവും, കെ.എം. ബീനാമോളൊക്കെ ഉണ്ടാവും. അപ്പൊ നമുക്ക് ആ സമയത്തിലെ നമ്മുടെ സ്ട്രെസ് കാരണമൊക്കെ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവും, നെഗറ്റീവ് അടിക്കാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യുക? നിങ്ങൾ പഠിക്കുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും നിങ്ങളുടെ ഭാഷയിലുള്ള കോഡുകളൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക? അവിടെ ഓർത്തെടുക്കുന്ന രീതിയിലുള്ള കണക്ഷൻസ് കൊടുക്കുക കേട്ടോ. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക? രാജീവ് ഗാന്ധി ഖേൽ രത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ കെ.എം. ബീന മോളാണെന്ന് ഓർത്ത് വെക്കുക അല്ലെ. രാജീവും ബീനയുമായിട്ടൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ച് പഠിക്കുക കേട്ടോ. അടുത്തത് അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി. ഓക്കെ, അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ആരാണ്? കെ.സി. ഏലമ്മയാണ് കേട്ടോ. ആരാണ്? കെ.സി. ഏലമ്മ അല്ലെ. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി ചോദിച്ചാൽ ആരാണ്? കെ.സി. ഏലമ്മയാണ്. ഓർത്ത് വെച്ചേ. ഇത്രയും കാര്യങ്ങളൊക്കെ ക്ലിയർ അല്ലേ? നമുക്കൊന്നും കൂടി റിവൈസ് ചെയ്യാം. ഇന്ന് ഇത്രയും ഭാഗങ്ങൾ എടുക്കുന്നുള്ളൂ. നമുക്ക് ഒരുപാട് ഡാറ്റ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കൺഫ്യൂസിങ് ആവും. അതുപോലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോകും. അപ്പൊ നമുക്ക് എടുത്ത കാര്യങ്ങളൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പൊ വ്യക്തികളല്ലേ ഒന്ന് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, വ്യക്തികൾ നമ്മൾ ആരൊക്കെ ആദ്യം പഠിച്ചത്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ആദ്യ മലയാളി ആരായിരുന്നു? കെ.ജി. ബാലകൃഷ്ണൻ ആണ് അല്ലെ. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ എത്തിയിട്ടുള്ള ആദ്യ മലയാളിയിലെ ഇവിടെ വനിത എന്ന് പറഞ്ഞിട്ടില്ല അല്ലെ. ആരാണ്? ഫസ്റ്റ് മലയാളിയാണ് പറഞ്ഞിട്ടുള്ളത്. അതാരാണ്? കെ.ജി. ബാലകൃഷ്ണൻ ആണ്. എന്നാൽ ചീഫ് ജസ്റ്റിസ് അല്ല, ജഡ്ജിയാണ്. ജഡ്ജി പദവിയിൽ എത്തിയതാണെങ്കിൽ ആരാണ്? ആ ഒരു മലയാളി ചോദിച്ചാൽ പി ഗോവിന്ദ മേനോനാണ്. എന്നാൽ വനിത ചോദിച്ചാൽ, ജഡ്ജി പദവിയിലെത്തിയ വനിത ചോദിച്ചാൽ ആരാണ്? ഫാത്തിമ ബീവിയാണ്. മാറരുത്. അടുത്തത് കേരള ഹൈക്കോടതിന്റെ ആദ്യ ചീഫ് ജസ്റ്റിസ് ആരാണ്? കെ.ടി. കോശിയാണ് അല്ലെ. അപ്പൊ നമ്മുടെ കേരള ഹൈക്കോടതി ഇത്രയും നേരം പറഞ്ഞ ആരാണ്? സുപ്രീം കോടതിന്റെ കാര്യം പറഞ്ഞത്. ഇന്ന് നമ്മുടെ കേരള ഹൈക്കോടതിന്റെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് ആരാണ്? കെ.ടി. കോശിയാണ്. ഇനി വനിതകളുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ പറഞ്ഞു അല്ലേ? നമ്മുടെ ആദ്യത്തെ വനിതാ ഗവർണർ ആരാണെന്ന് പറഞ്ഞല്ലേ? ആരാണ്? ജ്യോതി വെങ്കിടാചലമാണ്. അവര് തന്നെയാണ് നമ്മുടെ ആദ്യത്തെ ചാൻസലർ എന്ന് പറയുന്നതും. എന്നാൽ വൈസ് ചാൻസലർ എന്ന് എടുത്തു ചോദിച്ചാൽ അതാരാണ്? അത് ജാൻസി ജെയിംസ് ആണ് കേട്ടോ. വൈസ് ചാൻസലർ അല്ലെ. വൈസ് എന്ന് പറയുമ്പോൾ ജാൻസി എന്ന് ഓർത്ത് വെക്കാം. അടുത്തത് നമ്മുടെ ആദ്യത്തെ വനിതാ മന്ത്രിയെ കുറിച്ചിട്ടാണ് പറഞ്ഞത് അല്ലെ. നമുക്കറിയാം, എല്ലാവർക്കും അറിയാം ആദ്യത്തെ കേരളത്തിലെ വനിതാ മന്ത്രി എന്ന് പറയുന്നത് ആരാണ്? കെ.ആർ. ഗൗരിയമ്മയാണ്. അടുത്തത് വനിതാ ചീഫ് സെക്രട്ടറി ആണ് അല്ലെ. കേരളത്തിലെ ആദ്യത്തെ വനിതാ ചീഫ് സെക്രട്ടറി എന്ന് പറയുന്നത് ആരാണ്? പത്മ രാമചന്ദ്രനാണ്. എന്നാൽ വനിതാ ആഭ്യന്തര മന്ത്രി ചോദിച്ചാൽ ആരാണ്? അത് നിവേദിത പി ഹരനാണ്. ഓക്കെ,
ഇനി കേരളത്തിൽ നിന്നുള്ള ആദ്യ വനിതാ കേന്ദ്രമന്ത്രി അല്ലെ, നമ്മുടെ കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള അല്ലെ ആദ്യത്തെ കേന്ദ്രത്തിലോട്ട് പോയിട്ടുള്ള ആദ്യത്തെ വനിതാ മന്ത്രി ചോദിച്ചാൽ ആരാണ്? അത് ലക്ഷ്മി എൻ മേനോനാണ്. അവർ തന്നെയാണല്ലേ നമ്മുടെ രാജ്യസഭാ മെമ്പറായ ആദ്യ മലയാളി വനിത എന്ന് പറയുന്നതും. പിന്നില്ലേ കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ടിട്ട് കേരള ഹൈക്കോടതിയിലെത്തിയ ആദ്യ വനിതാ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? സുജാത പി മനോഹർ ആണ്. എന്നാൽ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ മലയാളി വനിത അല്ലെ, കേരള ഹൈക്കോടതിയിൽ ചീഫ് ജസ്റ്റിസ് പദവിയിലെത്തിയ ആദ്യ മലയാളി വനിത എന്ന് പറഞ്ഞാൽ ആരാണ്? അത് കെ ഉഷയാണ്. പരസ്പരം മാറരുത്. പിന്നെ നമ്മൾ സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ട് അല്ലെ 3 പേരെ പറഞ്ഞില്ലേ, ആരാണ്? ഒന്ന് ഒളിമ്പിക്സ് ഫൈനലിലെത്തിയ ആദ്യ കേരള വനിത എന്ന് പറഞ്ഞത് ആരാണ്? PT ഉഷയാണ്. എന്നാൽ അത് സെമി ഫൈനൽ ആണെങ്കിൽ ആരാണ്? ഷൈനി വിൽസൺ ആണ്. ആരാണ്? സെമി ഫൈനലിലാണെങ്കിൽ ഷൈനി വിൽസൺ ആണ്. എന്നാൽ രാജീവ് ഗാന്ധി ഖേൽരത്ന പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ആരാണ്? അത് KM ബീനാമോളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? ഇത്രയും ഭാഗങ്ങൾ പഠിപ്പിച്ചതൊക്കെ ക്ലിയർ അല്ലേ? കുറച്ചൊരു കൺഫ്യൂഷൻ ഒക്കെ ഉണ്ടാകും. എന്ത് ചെയ്യുക? നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം, റിവൈസ് ചെയ്യുക. ഒരു ദിവസം ഇടവിട്ട് നിങ്ങൾ റിവൈസ് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ സെറ്റ് ആവും കേട്ടോ. അങ്ങനെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും എല്ലാവരും പഠിക്കുന്നത്. അപ്പം എന്ത് ചെയ്യുക? അങ്ങനെ പഠിച്ചു പോവുക. ഓക്കെ, അപ്പം നാളത്തെ ക്ലാസ്സോട് കൂടിയിട്ട് നമുക്ക് കേരള ജോഗ്രഫിയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന വിവരങ്ങൾ നാളത്തോട് കൂടിയിട്ട് തീരും. അങ്ങനെ മൊത്തം അല്ലേ നമ്മുടെ കേരള ജോഗ്രഫി നമ്മുടെ സിലബസിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർക്കൂട്ടോ നാളത്തോട് കൂടിയിട്ട്. അപ്പം എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിക്കാം. ശനി ഞായർ നിങ്ങൾ പഠിക്കാനായിട്ട് എടുക്കാം. സൺഡേ നമുക്ക് എക്സാം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് എല്ലാവരും റെഡി ആയിട്ട് വരിക കേട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.